എല്ലാവർക്കും മനസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു ഫജ്ജി ബ്രൗണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം, ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ ബ്രൗണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചെറുതായിട്ട് എവിടേക്കോ തപ്പിപ്പഴുണ്ട്. പിന്നെ കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ബ്രൗണിയുടെ മുകളിൽ ഒരു തിൻ ലെയർ ബേക്ക് ചെയ്തൊക്കെ കഴിഞ്ഞാൽ ഒരു തിൻ ലെയർ ഡ്രൈ ആയിട്ട് തിൻ ലെയർ ഉണ്ടാവും. പക്ഷേ അങ്ങനത്തെ ഒന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് കണ്ടായിരുന്നു, നല്ല ഫജ്ജി ആയിട്ട് തന്നെ കിട്ടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഡാർക്ക് കോമ്പൗണ്ടാണ് എടുക്കുന്നത്. എനിക്ക് പിന്നെ ഏകദേശം ഒരു അളവൊന്നുമില്ല കേട്ടോ. ഏകദേശം എത്ര അല്ലെങ്കിൽ എത്ര അല്ലാണ്ട് ഒരു കറക്റ്റ് അളവില്ല. അപ്പോൾ ഇതൊരു 200 ഗ്രാം ഉണ്ടാവും വിചാരിക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ഡാർക്ക് കോമ്പൗണ്ട് എടുത്താണ്. ഇത് മെല്ലോയുടെ കമ്പനി മെല്ലോ ആണ്, അതിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ്. ഇതിലേക്ക് അൺസാൾട്ടഡ് ബട്ടറാണ്. ഇത് അമൂലിൻ്റെ ആണ്, 100 ഗ്രാമാണ്. ഇത് കറക്റ്റ് ഒരു പാക്കേജിൽ കറക്റ്റ് അളവായ കാരണം ഇവിടുന്ന് മുറിക്കണ്ടി കഷ്ടപ്പെടേണ്ട അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഈ ഒരു അൺസാൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യണം. ഇതൊക്കെ ഡബിൾ ബോയിൽ ചെയ്യാനുള്ളതാണ്. പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. പിന്നെ ഇത് ഡബിൾ ബോയിൽ ചെയ്യുകയാണേ. ഇതിനടിയിലൊരു പാത്രം കണ്ടിട്ട് വെള്ളം നിറച്ചിട്ട് കാണുന്നില്ല, ഇങ്ങനെ വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്, എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത് തന്നെ ഓൾ എന്നൊരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റായിട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ മാറ്റി ചൂടാറ്റാൻ വെച്ചിരുന്ന സൈഡിൽ ഇനി ഒരു പാത്രത്തിൽ 2 മുട്ട വെച്ചിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ബീറ്ററുള്ളവർ ബീറ്ററായിട്ട് ചെയ്യണം, പക്ഷേ ഞാൻ ബീറ്റർ എടുത്തിട്ടില്ല. ഞാൻ വിസ്കറ്റാണ് ചെയ്യുന്നത്. സൈഡിൽ നമ്മൾ ചോക്ലേറ്റ് ചൂടാറ്റാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഈ പഞ്ചസാര 1 കപ്പ് പഞ്ചസാര, അളവൊന്നും കറക്റ്റല്ല, ചിലപ്പോൾ കൂടുതലാവും ചിലപ്പോൾ കുറവും, ആ ഒരു രീതിയിലാണ്. ഒരു 1 കപ്പ്, ഏകദേശം 1 കപ്പ്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് അത് അലിയണ വരെ നന്നായിട്ട് തന്നെ വിസ്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 1 ടീസ്പൂണും കാട്ടി കുറവ് അത്രയും വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ വിസ്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ന്യൂട്ടലയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ വിസ്ക് ചെയ്യുന്നുണ്ട്. ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റിൻ്റെ ആ ഒരു മെൽറ്റ് ചെയ്ത് മിക്സില്ല, അതാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ ക്യാമറ ഓഫാക്കി നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്.
ഇതിലേക്ക് ഞാൻ മൈദയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് വേണം. എൻ്റെ ഇപ്പോൾ 1/4 കപ്പിന് മെഷറിംഗ് കപ്പ് കാണാനില്ല, അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് 1/4 കപ്പ്, അതും സെയിം അളവൊന്നുമല്ല, കുറച്ച് കൂടുതൽ ഒക്കെ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് വിസ്ക് ചെയ്യണം. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് കൊക്കോ പൗഡർ 1/4 കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ കയ്യിൽ സ്ക്വയറിൻ്റെ ടിൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ റൗണ്ട് കേക്ക് ടിൻ തന്നെയാണ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ബട്ടർ പേപ്പറും കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പേപ്പറിൽ കുറച്ച് ഓയിൽ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്ത്. ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.